നമസ്കാരം. കിറ്റി കെ ടാരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോ എന്ത് എനർജിയിലാണ്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആ എനർജിയിൽ ഇരിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ആരോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. വളരെയധികം നിങ്ങളുടെ മനസ്സിൽ ഈ സ്നേഹം ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. പക്ഷെ നിങ്ങൾക്ക് മറ്റേ ആളോട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോ നിങ്ങൾ അതുകൊണ്ട് തന്നെ കുറെ നിങ്ങൾ ട്രൈ ചെയ്തു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ മറ്റേ ആൾക്ക് അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതിന് വില തരുന്നില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ സ്നേഹം ഉള്ളിൽ ഒതുക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഇൻസെക്യൂർ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എനർജി? ഇവിടെ എംപ്രസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. എംപ്രസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് ആദ്യമൊക്കെ നിങ്ങളായിട്ട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആള്. പക്ഷെ ഇപ്പൊ എന്തോ ഒരു അകൽച്ച കാണിക്കുന്നു. അപ്പൊ വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം തന്നെ അടിയറി വെച്ചൊരു സമയം. അതൊക്കെ രണ്ടുപേരും വളരെയധികം സ്നേഹത്തോടെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ വ്യക്തിയുടെ സ്നേഹത്തിന് ഒരു കോട്ടം തട്ടിയ പോലെ, എന്തോ ഒരു കണ്ണ് കിട്ടിയ പോലത്തെ നിങ്ങളുടെ ബന്ധത്തിന്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വിഷമം? ഇപ്പൊ ഭയങ്കര സങ്കടമാണ്. നിങ്ങൾ എന്നാ പിന്നെ പോട്ടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇനിയൊന്നും വേണ്ട, ഇനി ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ എനർജിയിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എനർജിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര ഫ്യൂച്ചർ നിങ്ങൾ കണ്ടു. രണ്ടുപേരും തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ, രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെ, രണ്ടുപേരും ഒരാള് വിളിക്കുന്നതിന് മുമ്പേ മറ്റേ ആള് തിരിച്ചു വിളിക്കുന്നു. കാരണം എന്തോ സംസാരിക്കാനുണ്ടല്ലേ. വളരെ ടെലിപ്പതിയൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. പെട്ടെന്ന് എന്തു പറ്റിയെന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കുറെ ട്രൈ ചെയ്ത് കോണ്ടാക്ട് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ടോറസ് ലീബ്ര കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അതാണ് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് ക്ലിയർ ആയ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിപ്പോ തേർഡ് പാർട്ടി കണക്ഷൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾ ഈ വ്യക്തിയോട് ഒരിക്കലും പറഞ്ഞില്ല. ഈ വ്യക്തിയുടെ നിങ്ങളോടുള്ള എക്സ്പെക്ടേഷനും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സ്പെക്ടേഷനും രണ്ടും രണ്ടായി പോയി. രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം ഈ റിലേഷൻഷിപ്പിന് എന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടുള്ള പ്രശ്നമാണിത്. അതുകൊണ്ടാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. താങ്ക് യു.